അപ്പം ലോജിക്കൽ ഫങ്ഷൻസിൽ വരുന്ന അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. ക്രിയേറ്റ് എ കാൽക്കുലേറ്റഡ് കോളം ഇൻ ദി കസ്റ്റമർ ലുക്കപ്പ് ടേബിൾ നെയിംഡ് കസ്റ്റമർ priority. If the customer is a parent and has an annual income greater than 1 lakh, കസ്റ്റമർ priority എന്ന് പറയുന്നത് priority തന്നെ ആയിരിക്കണം അവിടെ ഔട്ട്പുട്ട് വരേണ്ടത്. അല്ലെങ്കിലോ സ്റ്റാൻഡേർഡ്. ഇവിടെ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മൾ നേരത്തെ ഈസ് പാരന്റ് ചെയ്തായിരുന്നു ഓൾറെഡി. പക്ഷെ അവിടെ ആകെ ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് മീൻസ് ടോട്ടൽ ചിൽഡ്രന്റെ എണ്ണം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താ ആള് പാരന്റ് ആണ്, യെസ് എന്ന് പറഞ്ഞൊരു ഒറ്റ ഔട്ട്പുട്ട്, മീൻസ് ആ ഒരു കണ്ടീഷൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ രണ്ട് കണ്ടീഷൻ നമ്മൾ മീറ്റ് ചെയ്യണം. ഇഫ് ദ കസ്റ്റമർ ഈസ് എ പാരന്റ്, അതായത് കസ്റ്റമർ പാരന്റ് ആവുകയും ചെയ്യണം. അതുപോലെ എന്താ, ആൻഡ് ഹാസ് ആൻ ആനുവൽ ഇൻകം ഗ്രേറ്റർ ദാൻ 1 lakh, ആനുവൽ ഇൻകം ഗ്രേറ്റർ ദാൻ 1 lakh ആവുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആളുടെ ആ ഒരു കോളത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രിയോറിറ്റി ആവാൻ പാടുള്ളൂ. അല്ലാത്ത കേസിൽ എന്താ സ്റ്റാൻഡേർഡ് എന്നായിരിക്കണം നമുക്ക് എന്ത് കിട്ടേണ്ടത്, ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അപ്പം ഇതിൽ നമ്മൾ രണ്ട് കണ്ടീഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ട് കണ്ടീഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, ഡബിൾ ആൻഡ് കൊടുക്കാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഈ ഡബിൾ ആൻഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യുന്നേ നോക്കാം. നമ്മളുടെ പവർ ബി ഓപ്പൺ ചെയ്യാം. ഇനി ഏത് ടേബിളിനാണ് അവർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ക്രിയേറ്റ് എ കാൽക്കുലേറ്റഡ് കോളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഏതാ, കസ്റ്റമർ ലുക്കപ്പ് ടേബിളിൽ പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ, നമ്മുടെ കസ്റ്റമർ ലുക്കപ്പ് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ന്യൂ കോളം എടുക്കുക. ഇനി എന്താ നമ്മൾ കൊടുക്കേണ്ടത്, കസ്റ്റമർ പ്രിയോറിറ്റി എന്നാണ് ആ കോളത്തിന്റെ ഹെഡിങ് കൊടുക്കേണ്ടത്. കസ്റ്റമർ പ്രയോറിറ്റി എന്ന് കൊടുക്കാം. ഈക്വൽസ് ടു നമ്മുടെ ഫംഗ്ഷൻ എന്താ, ഈഫ് തന്നെയാണ് നമ്മളുടെ ഫംഗ്ഷൻ. ഈഫ് കൊടുക്കുക. ടേബിൾ നെയിം എന്താ, കസ്റ്റമർ ലുക്കപ്പിലെ ഏത് കോളാണ് ആദ്യം നോക്കേണ്ടത്? ആദ്യം നമുക്ക് ആനുവൽ ഇൻകം നോക്കാം. അപ്പൊ കസ്റ്റമർ ലുക്കപ്പ് എന്ന് പറയുന്ന ടേബിളിലെ ആനുവൽ ഇൻകം കൊടുത്തു. ആനുവൽ ഇൻകം എങ്ങനെയാ ആവേണ്ടത്, ഗ്രേറ്റർ ദാൻ 1 lakh ആവണം. ഓക്കെ, അപ്പൊ 1 lakh ആണെങ്കിൽ 1 lakh ആവുകയും വേണം, അതുപോലെ പാരന്റ് ആവുകയും ചെയ്യണം. അപ്പൊ രണ്ട് കണ്ടീഷൻ വന്നില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കണ്ടീഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഡബിൾ ആൻഡ് കൊടുക്കണം. ഓക്കെ, ഇവിടെയാണ് ഡബിൾ ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീണ്ടും നമ്മൾ എന്താ, നമ്മുടെ ടേബിളിന്റെ നെയിം കൊടുക്കുക. കസ്റ്റമർ ലുക്കപ്പ് എന്ന് പറയുന്ന ടേബിളിലെ ഏത് കോളാണ് എടുക്കേണ്ടത്, ഈസ് പാരന്റ്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കോളമാണ്. ഈസ് പാരന്റ് ആണെങ്കിൽ എന്താ വരേണ്ടത്, യെസ് എന്ന് പറഞ്ഞ് വരികയും ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ കണ്ടീഷൻ എന്താ കൊടുത്തിരിക്കുന്നത്, കസ്റ്റമർ ലുക്കപ്പ് എന്ന് പറയുന്ന ടേബിളിലെ ആനുവൽ ഇൻകം ഗ്രേറ്റർ ദാൻ 1 lakh ആവുകയും ചെയ്യണം. അതുപോലെ കസ്റ്റമർ ലുക്കപ്പ് എന്ന് പറയുന്ന സെയിം ടേബിളിൽ ഈസ് പാരന്റ് എന്ന് പറയുന്ന കോളം യെസ് ആവുകയും ചെയ്യണം. ഈ രണ്ട് കണ്ടീഷനും മീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവിടെ ഔട്ട്പുട്ട് എന്താ കിട്ടണത്, പ്രയോറിറ്റി എന്നായിരിക്കണം കിട്ടേണ്ടത്. അല്ലെങ്കിലോ ഈ രണ്ട് കണ്ടീഷനും മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് അവിടെ സ്റ്റാൻഡേർഡ് എന്നായിരിക്കണം കിട്ടേണ്ടത്. ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻറ്റർ കൊടുക്കുക. അപ്പൊ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടിയില്ലേ? അപ്പൊ ഈ രണ്ട് കണ്ടീഷനും മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിയോറിറ്റി എന്നും കിട്ടും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്നും കിട്ടും. ഇവിടെ പ്രിയോറിറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ടേബിളിൽ നോക്കി നോക്കുക, രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോന്ന്. ഈസ് പാരന്റ് ഇവിടെ കിടക്കുന്നുണ്ട്, ആനുവൽ ഇൻകം ഇവിടെ ഉണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ.